ഈ പറയുന്ന രീതിയിൽ ഓൺ എ ഫൈൻ ഡേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ജയിൽ കമ്പി ആഹാ കൊള്ളാലോ മുറിച്ചേക്കാം എന്ന മട്ടിൽ മുറിച്ചതല്ല. അത് ദീർഘനാളത്തെ പരിശ്രമത്തിലൂടെ ദീർഘനാളത്തെ ആസൂത്രണത്തിലൂടെ ചെയ്ത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. കാര്യം അങ്ങനെ പെട്ടെന്ന് എന്നാൽ മുറിച്ചേക്കാമെന്ന് വരുമ്പോൾ മുറിഞ്ഞു പോകുന്ന കേക്ക് പോലുള്ള കമ്പിയല്ല അത് ഇരുമ്പാണ്, അത് കാസ്റ്റയണാണ്, വലിയ കട്ടിയുള്ള കമ്പിയാണ്. അത് അങ്ങനെ പെട്ടെന്ന് മുറിക്കാൻ സാധ്യമാവുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ഒരു കൈയുള്ള ഒരാൾക്ക്. മാത്രമല്ല പുറത്തു വരുന്ന വിവരങ്ങൾ, സൂചനകൾ കൃത്യമായി തന്നെ ഇയാളുടെ പ്ലാനിങ് നേരത്തെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ കുറേ മാസമായി വ്യായാമമൊക്കെ നടത്തി അയാളുടെ ദുർമേധസ്, അവിടുത്തെ ചിക്കനും മട്ടനും ഒക്കെ അധികമായി കഴിച്ചുണ്ടാകുന്ന ഒരു ദുർമേധസ് ഉണ്ടല്ലോ, വണ്ണം, വലിയ വണ്ണം. അപ്പോൾ ആ വണ്ണമൊക്കെ ഒന്ന് കുറച്ച്, അത് ജയിൽ ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ വണ്ണമാണ്. അപ്പോൾ ആ വണ്ണം അരിഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്ത് അത് കുറച്ച് ഈ പറയുന്ന രീതി ഈ പരുവത്തിലേക്ക് അയാൾ മാസങ്ങളെടുത്ത് ആയതാണത്. മാത്രമല്ല ഈ കമ്പിയിൽ ഉപ്പ് വെച്ച് അത് ദ്രവിപ്പിച്ച് അതിനുശേഷം ഈ കമ്പി മുറിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമായ കാര്യമാണെന്ന് നമുക്കറിയില്ല. ആ കമ്പി കട്ട് ചെയ്യാനുള്ള ആയുധം നേരത്തെ എത്തിച്ചു എന്നും ചില സൂചനയുണ്ട്. കമ്പി കട്ട് ചെയ്യാനാണെങ്കിൽ ഈ ആക്സോ ബ്ലേഡ് അല്ലാതെ മറ്റെന്തെങ്കിലും കട്ടർ പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോ അതിലും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ സാങ്കേതികവിദ്യ പ്രകാരമുള്ള ഗ്യാസ് കട്ടിംഗ് പോലെയുള്ള ആയുധങ്ങളൊക്കെ ഇയാളുടെ കയ്യിലുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരാൾ ഇത്തരത്തിൽ ചാടി എന്ന് പറയുമ്പോഴേക്കും അതീവ സാങ്കേതിക പുതിയ ഏതെങ്കിലും മെഷീനറി ഇയാൾ കിട്ടിയിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. എന്തായാലും ദീർഘനാളത്തെ അധ്വാനം കൊണ്ടാണ് കേട്ടോ, ദീർഘനാളത്തെ അയാളുടെ പ്രയത്നം കൊണ്ടാണ് അയാൾ അവിടുന്ന് ചാടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രയത്നത്തിൽ ആരൊക്കെയാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇനി വ്യക്തമാകാനുള്ളത്. ഏതോ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. DPO, APO, 2 APOമാർക്ക് ഒരു DPOയ്ക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രാഥമിക തലത്തിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ്, അവരുടെ മാത്രം കുറ്റമല്ല അതിൽ പ്രശ്നം അടിമുടി സിസ്റ്റത്തിൻ്റെ ഒരു പിഴവ്, ഒരു പരാജയം അതിൽ പ്രകടമായി ജയിൽ ചാട്ടത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ അന്വേഷണം ഉണ്ടാവട്ടെ, ആ ചോദ്യങ്ങൾ മറുപടി ഉണ്ടാവട്ടെ. എന്തായാലും ജയിൽ ചാടി 6 മണിക്കൂർ കേരളത്തെ ഒന്നാം മുൾമുനയിൽ നിർത്തിയ ഗോവിന്ദചാമിയെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. നാട്ടുകാർ 3 പേരുടെ വിവരങ്ങൾ വളരെ കൃത്യമായി ആയിരുന്നുവെന്ന് ആ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. നാട്ടുകാരും വളരെ സജീവമായി തെരച്ചിലിനിറങ്ങി. നാട്ടുകാർക്ക് ആ വാർത്ത കിട്ടാനും ഗോവിന്ദചാമിയുടെ പുതിയ പരിവം അറിയാനും സഹായകരമായത് ഉറപ്പായും ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് എപ്പോഴും ദൃശ്യമാധ്യമങ്ങളുടെ വിമർശകരായ ആൾക്കാരുണ്ടാകും, അവരും ഇത് കാണുന്നുണ്ടാകും. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെ കുറ്റക്കാരാക്കേണ്ടവരല്ല എന്നുകൂടി ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് എങ്ങനെയാണ് ഇയാളുടെ പുതിയ രൂപം, പുതിയ കോലം എന്നറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ നാട്ടുകാർക്ക് അറിവുള്ളവരാണ്. നാട്ടുകാർ സജീവമായി ഗംഭീരമായി അതിൽ ഇടപെട്ടു. നാട്ടുകാരുടെ കണ്ണിലാണ് ഇയാൾ ആദ്യം പെടുന്നത്. ഇയാൾ നാട്ടുകാരാണ് ഓടിച്ചത്. ഒരുപക്ഷെ നാട്ടുകാരെ കണ്ട് ഓടിയാണ് ഇയാൾ ആ ഒഴിഞ്ഞ വീടിനുള്ളിലേക്ക് കയറിയത്. പോലീസ് വന്നു, പോലീസ് വളഞ്ഞ് അപ്പോഴേക്കും ഇയാൾ കിണറ്റിലേക്ക് എടുത്തു ചാടി. അവിടുന്ന് ഇയാളെ തൂക്കിയെടുത്തു പോലീസ്. ആ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർ കണ്ടതുമാണ്. ഇനി ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഒരു കാലത്തും പുറത്തു പോകരുതാത്ത തൂക്കുകയറിൽ നിന്നും കഷ്ടിച്ച് സുപ്രീം കോടതിയിൽ പോയി ആ പഴുതിൽ കൂടി രക്ഷപ്പെട്ട ഒരുത്തൻ രക്ഷപ്പെടാൻ ഏത് രീതിയിലാണ് അയാൾക്ക് സാധ്യമായത്? ആരാണ് അയാൾക്ക് സഹായം ചെയ്തത്? അകത്തും പുറത്തും സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് കിട്ടിയ കള്ളപ്പണം അല്ലെങ്കിൽ കള്ളക്കൂറ് അല്ലെങ്കിൽ ആ പങ്കുപണം എന്തായിരുന്നു പ്രത്യുപകാരം? അതിനുള്ള പ്രാപ്തി ഗോവിന്ദചാമിക്ക് എന്താണ്? ആരാണ് ഗോവിന്ദചാമിക്ക് പുറത്തുള്ള ശക്തി എന്ന കാര്യമൊക്കെ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ പുറത്തേക്ക് വരട്ടെ. കൃത്യമായി അത് വന്നേ മതിയാകില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ണൂർ അതീവ സുരക്ഷാ ജയിൽ എന്നൊക്കെ പറയുന്നത് ഒരു തമാശയായത് പരിണമിക്കും. അതിനകത്തുള്ള 10-ാം നമ്പർ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് വലിയ കോമഡിയായത് മാറും. അതുണ്ടാവാതിരിക്കട്ടെ, ആ വിശ്വാസനഷ്ടം ഉണ്ടാവാതിരിക്കട്ടെ. വധശിക്ഷയിൽ നൂരി വന്ന ഒരാളെ പുറത്തേക്ക് പോകാതെ, അതായത് നാടിന് പുറത്തേക്ക് ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല, ജീവിക്കുന്നത് മറ്റു മനുഷ്യർക്ക് ഭീഷണിയാണ് എന്ന തിരിച്ചറിവിലാണ് ഒരു കോടതി അയാൾക്ക് വധശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കോടതി കണ്ടെത്തിയ ഒരാളെ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇല്ലാത്ത ഒരാളെ പുറത്തു കണ്ടാൽ അപകടകാരിയായ ഒരു കാട്ടുമൃഗത്തേക്കാൾ ഭീകരനായ അപകടകാരിയായ ഒരാൾ പുറത്തേക്ക് പോയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കൊക്കെയാണെന്ന് കൃത്യമായി ഫിക്സ് ചെയ്യുകയും നടപടി ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഗോവിന്ദചാമി ബാക്ക് ടു ജയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഏത് ജയിലിലേക്കാണ് എന്ന കാര്യമൊക്കെ അറിയണം. ഇനിയും അയാളുടെ ഈ രീതിയിലുള്ള പ്ലാനിങ്, അയാൾ എന്തായാലും ജയിൽ ചാടാൻ ഇപ്പോൾ അയാൾ തുനിഞ്ഞെങ്കിൽ അയാൾ ആ ശ്രമം ഇനി ഉപേക്ഷിക്കില്ല. ഇനിയും ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ശ്രമങ്ങൾ തടയാൻ എന്തൊക്കെയാണ് ഇനി അയാളെ പാർപ്പിക്കേണ്ട പ്രത്യേക സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും അറിയണം. ചോദ്യങ്ങൾ എന്തായാലും ബാക്കിയാണ്, ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.